Good evening, all. Today, let us have a look at another question from BEGAE 182 English Communication Skills. How would you structure a presentation so as to make it most effective? So, this is the question. How would you structure a presentation so as to make it most effective? The same question can be asked in different ways, like what is a presentation? Explain its structure. What is a presentation? How to prepare an effective presentation. How to plan a successful presentation, explain different parts. അപ്പോൾ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ഫോമിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പിൽ എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ വ്യത്യസ്ത ഫോർമാറ്റുകളാണ് നമ്മളിപ്പോ വായിച്ചിട്ടുള്ളത്. നൗ ലെറ്റ് us have a look at the answer. അപ്പം ഈ ഒരു ആൻസർ ഫോക്കസ് ചെയ്യുന്നത് ഹൗ ടു സ്ട്രക്ചർ എ പ്രസന്റേഷൻ. നമ്മളൊരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്കത് സ്ട്രക്ചർ ചെയ്യണം, എങ്ങനെ നമ്മൾ ഇൻഫർമേഷൻ അറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്താണ് ഒരു പ്രസന്റേഷൻ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്, എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ പ്രസന്റേഷനെ എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം, എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം നമുക്ക് എന്താണ് presentation. Presentation is a way of communicating ideas and information to a group. അപ്പം presentation എന്ന് പറയുന്നത് it is a tool of communicating ideas and information to a group. അല്ലെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് presentation എന്ന് പറയുന്നത് നമ്മൾ ഐഡിയാസും ഇൻഫോർമേഷൻസും ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ആരാണ്? ഗ്രൂപ്പാണ്. അല്ലെ, അതാണ് പറയുന്നത് presentation is a way of communicating ideas and information to a group. The objective of the presentation is to help the listeners to understand the message or topic. അപ്പോൾ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? To help the listeners to understand the message or topic. ഒരു presentation ആണോ, there will be a particular or prescribed topic. ടോപ്പിക് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും. ആ ഒരു മെസ്സേജ് എന്ത് ചെയ്യാം, പിന്നെ ഓഡിയൻസിന് മനസ്സിലാക്കുക എന്നതാണ് പ്രൈമറി. ബിസൈഡ് ദിസ് ദ കൺവിൻസിങ് ഇസ് ദി അനദർ ഒബ്ജക്റ്റീവ് ഓഫ് എ പ്രസന്റേഷൻ. മറ്റൊന്ന് നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കൺവിൻസ് ചെയ്യിക്കുക, അല്ലെ, അതുപോലെ തന്നെ ഓഡിയൻസിനെ പെർസ്വേഡ് ചെയ്യുക, അല്ലെ, കൺവിൻസ് ചെയ്യിക്കുക, പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതും ഓൾസോ അനദർ ഒബ്ജക്റ്റീവ് ഓഫ് പ്രസന്റേഷൻ. അല്ലെ, അപ്പൊ നമ്മൾ പറഞ്ഞു പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓഡിയൻസിനെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക, ടോപ്പിക് എന്ത് ചെയ്യാം, മനസ്സിലാക്കിക്കുക, അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ് ദ പ്രസന്റേഷൻ ഹാസ് ടു ബി ക്ലിയർ, കൊഹിറന്റ്, വെൽ സ്ട്രക്ചേർഡ് ആൻഡ് കൺസൈസ്. അല്ലെ, അപ്പം ഒരു പ്രസന്റേഷൻ ഉണ്ടായിരിക്കേണ്ട പ്രൈമറി ക്വാളിറ്റീസ് ആണ് ഈ പറയുന്നത്. ഏതൊക്കെ? ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കൊഹിയറന്റ് ആയിരിക്കണം. കൊഹിയറൻസ് മീൻസ് പരസ്പരം റിലേറ്റഡ് ആയിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം, അല്ലെ. നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഓരോ പോയിന്റ്സുകളും സെന്റൻസുകളും പാരഗ്രാഫുകളും പരസ്പരം എന്തായിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻസ്, അതുപോലെ തന്നെ എക്സാമ്പിൾസുകൾ, ഇതൊക്കെ എന്താവണം? കൊഹിയറന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പരസ്പരം കണക്റ്റഡ് ആയിരിക്കണം, അതുപോലെ തന്നെ വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കണം, അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു പിന്നെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ, അല്ലെ, ഒരു പ്രസന്റേഷൻ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിനൊരു ബിഗിനിങ് ഉണ്ടായിരിക്കും, മിഡിൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു എൻഡിങ് ഉണ്ടായിരിക്കും, അല്ലെ. അപ്പോൾ വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കണം, അതുപോലെ തന്നെ കൺസൈസ് ആയിരിക്കണം, അല്ലെ. ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ അല്ലെ, അൺനെസസറി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും എക്സാമ്പിൾസും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, പ്രസന്റേഷനിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ പാടില്ല. കാരണം അത് ഓഡിയൻസ് ഡിസ്ട്രാക്ട് ചെയ്യുന്നതിന് കാരണമാവും. ഓക്കെ, നെക്സ്റ്റ് വൺ. Therefore, in order to be effective and impressive in your presentation, you need to plan and prepare your presentation in advance. അല്ലെ, അപ്പം നമ്മളുടെ ഒരു presentation effective ആവണമെങ്കിൽ, അല്ലെ, എന്തുണ്ട്? We have to prepare and plan our presentation in advance. അപ്പൊ നേരത്തെ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെ. അപ്പൊ നോക്കാം. Now let us have a look at how the structure
how to structure an effective and impressive presentation. അപ്പൊ എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം, പ്ലാൻ ചെയ്യാം, സ്ട്രക്ചർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻ എ presentation has 3 parts: beginning, middle and end. അല്ലെ, അപ്പൊ ഒരു presentation ആണെങ്കിൽ പ്രസന്റേഷന്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ it has 3 parts. First, beginning, middle and end. Therefore, it is essential to divide your presentation into 3 parts. Okay, നോക്കാം നമുക്ക് ഫസ്റ്റ് ബിഗിനിങ്. ബിഗിനിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ്, അതുപോലെ തന്നെ വി ഹാവ് ടു സ്റ്റേറ്റ് ഒബ്ജക്റ്റീവ്, അല്ലെ, എയിം ഓഫ് അവർ പ്രസന്റേഷൻ, അതുപോലെ തന്നെ റിലേറ്റ് ദി സബ്ജക്ട് ടു ദി ഓഡിയൻസ്, അതുപോലെ തന്നെ ഗിവ് എ ബ്രീഫ് ഔട്ട്ലൈൻ. നമുക്ക് നോക്കാം ഈ പറഞ്ഞ ഓരോ 4 പോയിന്റ്സുകളെ കുറിച്ച് ഷോർട്ട് ആയിട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, ഇൻ ദ ബിഗിനിങ് is an important part of a presentation. It has to attract or grab the attention of the audience. അപ്പൊ ഇൻട്രൊഡക്ഷന്റെ പ്രൈമറി എയിം എന്ന് പറയുന്നത് അട്രാക്ട് ദി ഓഡിയൻസ്, അല്ലെ, ഗ്രാബ് ദി അറ്റൻഷൻ ഓഫ് ദി ഓഡിയൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഇംപ്രഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ വി ഹാവ് ടു അട്രാക്ട് ദി അറ്റൻഷൻ ഓഫ് ദി അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഓഫ് ദി ഓഡിയൻസ്, അല്ലെ. ഇൻ ദ ബിഗിനിങ് സെക്ഷൻ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ്, എസ്പെഷ്യലി അവർ നെയിം, designation, അതുപോലെ തന്നെ നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ വി വർക്ക്, അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ this is what we have to do. We have to introduce ourselves. Afterwards, what we have to do, നോക്ക് നിങ്ങൾ, പിന്നെ then besides this, presenter has to state the purpose of the presentation. മറ്റൊന്ന്, നമ്മൾ ആ ഒരു പ്രസന്റേഷനെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഒരു ടോപ്പിക്, നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, എയിം, അല്ലെ, നമ്മൾ ആ ഒരു പ്രസന്റേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ദി purpose of the presentation. എന്ന് പറഞ്ഞാൽ ഒരു പ്രസന്റേഷന്റെ ടോപ്പിക് എന്താണ്, സബ്ജക്ട് എന്താണ്, എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും we have to state. This is important to disclose the reason or aim of the presentation at the beginning. Afterwards, relate the subject with the life of the audience. അതുപോലെ തന്നെ another things we have to do is that we have to connect the topic with our റിയൽ ലൈഫ്, അല്ലെ. അപ്പം നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ആ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്, അല്ലെ, സംവെയർ എൽസ് നമ്മുടെ പേഴ്സണൽ ലൈഫോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പ്രൊഫഷണൽ ലൈഫോ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും, അല്ലെ. അപ്പൊ ആ ഒരു ടോപ്പിക്കും നമ്മുടെ ആ ഒരു പേഴ്സണൽ ലൈഫാണോ അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫാണോ എവിടെയായിട്ടാണോ കണക്ട് ചെയ്തിട്ടുള്ളത്, അവിടെ എന്ത് ചെയ്യണം, വി ഹാവ് ടു റിലേറ്റ്. ഇറ്റ് മീൻസ് ദാറ്റ് ദ ഓഡിയൻസ് ഷുഡ് ബി ഏബിൾ ടു connect the topic of the presentation with the social or business life, അല്ലെ. അപ്പൊ ആ ഒരു ടോപ്പിക്കിനെ എന്ത് ചെയ്യാൻ പറ്റണം, ഓഡിയൻസിന് കണക്ട് ചെയ്യാൻ പറ്റണം, അല്ലെ. ആഫ്റ്റർ ദിസ്, presenter has to give an outline of the presentation, അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു, അല്ലെ, ആ ഒരു പിന്നെ ബിഗിനിങ് സെക്ഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി പാർട്ടിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, വി ഹാവ് ടു ഗിവ് ആൻ ഔട്ട്ലൈൻ ഓഫ് ദി പ്രസന്റേഷൻ. ആ ഒരു പ്രസന്റേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയ നമ്മൾ എവിടെ കൊടുക്കണം, വി ഹാവ് ടു ഗിവ് ഇൻ ദി ബിഗിനിങ് സെക്ഷൻ. നെക്സ്റ്റ് വൺ, മിഡിൽ, അല്ലെ, സെക്കൻഡ് പാർട്ടാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് മിഡിൽ പാർട്ടിൽ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് നോക്കും നിങ്ങൾ. Do not present more than 4 main points or ideas, അല്ലെ. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്പർ ഓഫ് പോയിന്റ്സ്, മെയിൻ ഐഡിയാസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നോട്ട് സപ്പോസ് ടു എക്സീഡ് മോർ ദാൻ 4, അല്ലെ. ഒരിക്കലും തന്നെ ഒരു മെയിൻ ഐഡിയാസ് നമ്മൾ 4 പോയിന്റ്സിലധികം പോയിന്റ്സ് നമ്മൾ എവിടെ സ്റ്റഫ് ചെയ്യാൻ പാടില്ല, നമ്മൾ ബോഡി പ്രസന്റേഷന്റെ ബോഡി പാർട്ടിൽ അല്ലെങ്കിൽ മിഡിൽ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. സപ്പോർട്ട് മെയിൻ ഐഡിയാസ് ബൈ ഫാക്ട്, അല്ലെ. അതുപോലെ തന്നെ നമ്മൾ മെയിൻ ഐഡിയാസ് അല്ലെങ്കിൽ പോയിന്റ്സ് 1 by 1 ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഫാക്ടുകൾ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ഡാറ്റ. അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ അത് എങ്ങനായിരിക്കണം, സപ്പോർട്ടഡ് ബൈ ദ എവിഡൻസ്, ഡാറ്റാസ്, പ്രൂഫ്, അല്ലെ. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ മെയിൻ പോയിന്റ്സുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ. അതുപോലെ തന്നെ യൂസ് സൈൻ പോസ്റ്റിംഗ് ഉപയോഗിക്കണം. സൈൻ പോസ്റ്റിംഗ് എന്താ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂസ് വിഷ്വൽസ്, അല്ലെ, വിഷ്വൽ എയ്ഡുകൾ ഉപയോഗിക്കുക, അല്ലെ. എവിടെ
മിഡിൽ പാർട്ട്. ഇനി നോക്കാം നമുക്ക് ഓരോ പോയിന്റ്സും എന്താണെന്നുള്ളത് പെട്ടെന്ന് ഒന്ന് നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ സെക്കൻഡ് പാർട്ട് വേർ വി പ്രസന്റ് ഇമ്പോർട്ടന്റ് ഐഡിയാസ് വൺ ബൈ വൺ ഇൻ സിസ്റ്റമാറ്റിക് ഓർഡർ അല്ലെ. അപ്പൊ ഇതൊരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ വി ഹാവ് ടു പ്രസന്റ് മാക്സിമം 4 മെയിൻ ഐഡിയാസ് അല്ലെ. അതും എങ്ങനെ പ്രസന്റ് ചെയ്യണം? വി ഹാവ് ടു പ്രസന്റ് സിസ്റ്റമാറ്റിക് ഓർഡർ. In the middle section of part, do not stuff with more than 4 ideas. Highlight only important ideas. Do not dense your presentation with unnecessary explanations and examples. ആവശ്യമുള്ള എക്സ്പ്ലനേഷൻസും എക്സാമ്പിൾസും മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ support each main idea with fact. It means when you make any statement, you have to present a valid reason or evidence to സബ്സ്റ്റാൻഷിയേറ്റ് ഇറ്റില്ല. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഒരു പോയിന്റ് പ്രസന്റ് ചെയ്യാണ് എങ്കിൽ എന്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ, റീസൺസ് അല്ലെ, വാലിഡ് ആയിട്ടുള്ള എവിഡൻസുകൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു പ്രസന്റ്. അനദർ തിങ്സ് യു ഹാവ് ടു റിമെമ്പർ ഈസ് ദാറ്റ് യൂസ് സൈൻ പോസ്റ്റിംഗ് wherever it is needed അല്ലെ. സൈൻ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നോക്ക് നിങ്ങൾ, അപ്പം ഈ മിഡിൽ പാർട്ടിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു യൂസ് ഏത്? സൈൻ പോസ്റ്റിംഗ്. സൈൻ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ പോസ്റ്റിംഗ് ആർ ദി വേർഡ്സ് ഓർ ഫ്രേസസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കണക്ടിങ് ഡിഫറെന്റ് ഐഡിയാസ്, സെന്റൻസസ് ഓർ പാരഗ്രാഫ് അല്ലെ. അപ്പൊ സൈൻ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി വേർഡ്, അതുപോലെ തന്നെ ഫ്രേസ് ആവാം. അപ്പൊ എന്തിനാ ഉപയോഗിക്കുന്നത്? ഒരു കണക്ട് ഡിഫറെന്റ് ഐഡിയാസ് ഓർ സെന്റൻസസ്, അതുപോലെ തന്നെ പാരഗ്രാഫുകളൊക്കെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സുകൾ, അതുപോലെ തന്നെ ഫ്രേസുകളൊക്കെയാണ് നമ്മൾ എന്ത് പറയാ? സൈൻ പോസ്റ്റിംഗ് അല്ലെ. അപ്പൊ നോക്ക് നിങ്ങൾ, ഫോർ എക്സാമ്പിൾ however അല്ലെ, therefore, as a result, consequently അല്ലെ. ഈ പറഞ്ഞതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഡിഫറെന്റ് സെന്റൻസുകളെയും ഐഡിയാസിനും ഒക്കെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സുകളാണ് അല്ലെ. ഇത്തരത്തിൽ വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? സൈൻ പോസ്റ്റ് അല്ലെങ്കിൽ സിഗ്നൽ വേർഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ. മറ്റൊന്ന് നോക്കാം നിങ്ങൾക്ക്. നെക്സ്റ്റ്, യൂസിങ് വിഷ്വൽ aids has a significant role in a presentation. അതുപോലെ തന്നെ യൂസ് വിഷ്വൽ aids അല്ലെ, വിഷ്വൽ എയ്ഡുകൾ യൂസ് ചെയ്യുക. അത് നോക്കി നിങ്ങൾ ഏതൊക്കെ? എ വെറൈറ്റി ഓഫ് വിഷ്വൽ aids ലൈക്ക് ഫ്ലിപ്പ് ചാർട്ട്, ലൈൻ ഗ്രാഫ്, ബാർ ഗ്രാഫ്, പൈ ചാർട്ട്, പിക്ടോഗ്രാംസ്, മാപ്സ്, ടേബിൾസ്, ഡയഗ്രാംസ്, ഫോട്ടോഗ്രാഫ്സ് അല്ലെ. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ വിഷ്വൽ എയ്ഡുകളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഒരു പ്രസന്റേഷൻ ആണോ, അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഏതൊക്കെ വിഷ്വൽ എയ്ഡുകളായിട്ടുള്ള മാപ്സ് യൂസ് ചെയ്യാം, ഫോട്ടോഗ്രാഫ്സ് ഉപയോഗിക്കാം, വീഡിയോസ് ഉപയോഗിക്കാം അല്ലെ, വീഡിയോ ഷോർട്സുകൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അപ്പൊ ഇതുപോലെയുള്ള എന്ത് വിഷ്വൽ എയ്ഡുകളും എന്ത് ചെയ്യണം? വി ഹാവ് ടു യൂസ് ഇൻ എ presentation. അപ്പൊ ഒരു എഫക്റ്റീവ് പ്രസന്റേഷൻ ആണോ, there will be the presence of a visual aid. It makes a presentation more meaningful and interesting അല്ലെ. അപ്പോൾ ഈ ഒരു വിഷ്വൽ എയ്ഡുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തായിട്ട് മാറും? ഒരു പ്രസന്റേഷൻ മോർ മീനിങ് ഫുൾ ആവും, അതുപോലെ തന്നെ എഫക്റ്റീവ് ആവും. നോക്കാം നിങ്ങൾക്ക് തേർഡ് വൺ, എൻഡിങ് അല്ലെ. ഇവിടെ ദിസ് ഈസ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് presentation. അപ്പൊ നോക്ക്, ലാസ്റ്റ് പാർട്ടിൽ എന്താ? വി ഹാവ് ടു സമ്മറൈസ് മെയിൻ പോയിന്റ്സ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു, സാധാരണ നമ്മൾ ഒരു എസ്സേ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ there will be 3 parts: introduction, body, paragraph and conclusion. The same way അല്ലെ. അതുപോലെ തന്നെയാണ് എൻഡിങ്ങിൽ വരുന്നത്. കൺക്ലൂഡിംഗ് പാർട്ടാണ്, കൺക്ലൂഡിംഗ് സെഷൻ ആണ്, where we have to conclude, which means we have to summarize the main point അല്ലെ. അതുപോലെ തന്നെ entire presentation നമ്മൾ എന്ത് ചെയ്യണം? We have to summarize in the last part. ഈ ഒരു പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? We have to summarize main points. Do not present any new ideas അല്ലെ. എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും തന്നെ we are not supposed to introduce any new ideas in ending part അല്ലെ. നെക്സ്റ്റ് വൺ നോക്കൂ, make a conclusion or recommendation if necessary. അതുപോലെ തന്നെ if we have അല്ലെ any recommendation, any solution അല്ലെ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? We can produce such a recommendation or solution എവിടെ? ഇൻ ദ പാർട്ട് ഓഫ് എൻഡിങ് സെഷൻ അല്ലെ. എൻഡിങ് പാർട്ടിൽ, എൻഡിങ് സെഷൻ നമുക്ക് എന്ത് ചെയ്യാം? അത്തരത്തിൽ വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ ഇൻവൈറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെ. അതുപോലെ തന്നെ ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഇൻവൈറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ഓഡിയൻസ് അല്ലെ. എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻസോ ക്ലാരിഫിക്കേഷൻസോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? വി ക്യാൻ ഇൻവൈറ്റ് ക്വസ്റ്റ്യൻ ഫ്രം audience. So നോക്കൂ നിങ്ങൾ, this is the last part of the presentation. This is a concluding part of
presentation. In this part, the presenter usually summarize the entire presentation. അതുപോലെ തന്നെ they have to confirm what they said in the presentation. അതുപോലെ തന്നെ ഇത് entire presentation നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു എൻഡിങ് സെഷനിൽ നമ്മൾ എന്ത് ചെയ്യും, സമ്മറൈസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ this part doesn't introduce any new point or new ideas. If there is any recommendation regarding the topic or subject, that can be presented in this part. Apart from that, the presenter has to invite questions from the audience related to the topic discussed in the presentation. If the presentation was about a problem, you could restate the problem, then provide the solution in no more than 2 sentences. അപ്പം ഇത്രയാണ് എവിടെ വരുന്നത്, എൻഡിങ് പാർട്ടിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, നോക്കാം നിങ്ങൾ. We can use the following expressions in the concluding or ending part of a presentation. അപ്പം നിങ്ങൾ presentation conclude ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഏതുപോലുള്ള എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം, നോട്ട് ചെയ്ത് വെച്ചോളൂ. I would like to summarize or sum up. അതുപോലെ തന്നെ at this stage I would like to run through over the main points. അതുപോലെ തന്നെ so as we have seen today. അല്ലെ, എങ്ങനെ പറഞ്ഞ് നമ്മളൊക്കെ തുടങ്ങുന്നത് ഏതായിരിക്കും, ഇപ്പൊ ഒരു കൺക്ലൂഡിങ് സെഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കൺക്ലൂഡിങ് അല്ലെങ്കിൽ എൻഡിങ് സെഷൻ, എൻഡിങ് പാർട്ട് നമ്മൾ ഏത് രൂപത്തിലായിരിക്കണം, ഈ രൂപത്തിലായിരിക്കും. ഇതുപോലെയുള്ള ചില എക്സ്പ്രഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നോക്ക് നിങ്ങൾ, presentation has a significant role in professional and educational life for various purposes. In addition, it has recently become the part of recruitment process as well. To prepare an effective presentation, it has to be well structured and planned. Otherwise, the presenter may not get the expected result. അല്ലെ, അപ്പം പറഞ്ഞു ഈ ഒരു presentation എന്ന് പറയുന്നത് became the part of the recruitment process as well. അല്ലെ, ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂസിനാണെങ്കിലൊക്കെ അതിന്റെ ഒരു പാർട്ട് ആൻഡ് പാർസൽ ആയിട്ട് എന്ത് മാറിയിട്ടുണ്ട്, presentation മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ it has a significant role in our professional and educational life as well. അപ്പം to prepare an effective presentation, it has to be well structured and planned. Otherwise, well structured ആയിരിക്കണം, planned ആയിരിക്കണം. Otherwise, what will happen, the presenter may not get the expected result. എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാതെ പോകും. ഇനി നോക്ക്, ഇവിടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഷോർട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, സം പോയിന്റ്സ് ടു റിമെമ്പർ. ഇപ്പൊ പറഞ്ഞ എൻറ്റയർ പോയിന്റിനെ ഒന്ന് ക്യാപ്സ്യൂൾ രൂപത്തിലാക്കിയിട്ടുള്ളതാണ്. 1 by 1 ആയിട്ട് പെട്ടെന്ന് നോക്കാം. Presentation is the way of communicating with a group. It has 3 parts like beginning, middle, and end. Next, the presentation has to be persuasive and convincing. It has to be precise and relevant to the topic. We have to use visual aids like charts, diagrams, photographs, etc. It helps the audience to understand the topic easily. The next one, use the signposting or signal words to connect different ideas and sentences like however, therefore, as a result, consequently, etc. In the beginning part, introduce yourself and the topic and provide an outline of the presentation. The middle part present only 4 major ideas and their explanation and examples. In the ending part, conclude the presentation by summarizing entire presentation and give some recommendations if any have. Invite question from the audience. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ അഗെയിൻ I come with new questions. So let us stop here. Okay, bye. Thank you.